സംസ്ഥാനത്ത് വിദ്വേഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല്, ആ ബില്ല് വിദ്വേഷം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ പ്രതിപക്ഷ നേതാവ് അശോകോ അദ്ദേഹം കീറിയെറിയുകയാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ വിദ്വേഷ പ്രസംഗത്തിന് ഒരു കുറ്റകൃത്യമായിട്ട് ശരിക്കും നിർവചിക്കപ്പെട്ടിട്ടില്ല. നേർമറിച്ച് 153A, അതായത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ള കേസ്, അതോടൊപ്പം തന്നെ 295A, അതായത് മതവികാരം വ്രണപ്പെടുത്തുക, ഈ രണ്ട് എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേസുകളൊക്കെ എടുക്കാറുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2014 എന്നുള്ള കണക്കെടുക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്നുള്ളതാണ്. ആ കണക്കെടുത്ത് കഴിഞ്ഞാൽ 12,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആൾക്കൂട്ട കൊലപാതകത്തിൽ ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ആർക്കും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വിദ്വേഷ പ്രസംഗത്തിലും ഒരു നടപടിയും എവിടെയും ഉണ്ടാകുന്നില്ല. കേസെടുക്കുന്നു, ഒരുപക്ഷേ മൊഴിയെടുക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല. കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അത്രയും മോശകരമായ ഒരു അവസ്ഥയാണ് രാജ്യം കടന്നു പോകുന്നത്. ആ സമയത്താണ് രാജ്യത്ത് ആദ്യമായി കർണാടകയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അത് ഏറെ പ്രകീർത്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അവിടെ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്ത് BJP ആണല്ലോ, പ്രതിപക്ഷ നേതാവ് ഈ ബില്ല് കീറിയെറിയുകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സംസ്ഥാനത്ത് വിദ്വേഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല്, ആ ബില്ല് വിദ്വേഷം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ പ്രതിപക്ഷ നേതാവ് അശോകോ അദ്ദേഹം കീറിയെറിയുകയാണ്. അപ്പം ആരാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ആ ഒരു ആക്ടിലൂടെ നമുക്ക് മനസ്സിലാവും. ശരിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിദ്വേഷ നിയമം ഏറ്റവും ആദ്യം വരേണ്ടത് കേരളത്തിലാണെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. മനസ്സിൽ നേരത്തെ റാവു സൂചിപ്പിച്ച പോലെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് വല്ലാതെ പറയാത്തൊരു നാടായിരുന്നു നമ്മുടെ നാട്. പക്ഷേ ഈയിടെയായി അത് വല്ലാതെ തലപൊക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന മഹാൻ, ടീച്ചറെന്ന് അവകാശപ്പെടുന്ന ശശികല തുടങ്ങിയ കുറേ ആൾക്കാരുടെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ പ്രസംഗങ്ങൾ. എവിടെയാണ് കേസെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനി കേസെടുത്താൽ തന്നെ പ്രതീഷ് വിശ്വനാഥിനൊന്നും ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തതായിട്ട് ഒരറിവുമില്ല.